കർത്താവേ സ്തോത്രം. കർത്താവേ, അങ്ങയുടെ സ്വർഗാരോഹണം, അവിടുന്ന് രാജാധി രാജാവായി വെളിപ്പെട്ട വലിയ ദിവസമായിരുന്നു. ഒലിവുമലയിൽ ശിഷ്യന്മാർ അങ്ങയുടെ മുഖത്തേക്ക് നോക്കി നിന്നു. അവരുടെ ജീവിതത്തിൻ്റെ എല്ലാ ശ്രദ്ധാകേന്ദ്രവും 3 വർഷക്കാലം അവിടുന്നായിരുന്നു. കടൽക്കരയിൽ വച്ച് വലിയ നിയോഗങ്ങൾക്കായി വിളിച്ച ഗുരു, അപ്പം വർദ്ധിപ്പിച്ചവൻ, കണ്ണുനീർ തുടച്ചവൻ, ക്രൂശിൽ രക്തം ചിന്തിയവൻ, ഒടുവിൽ സകലവും നിവൃത്തിയാക്കി പൂർത്തിയാക്കി മേഘങ്ങളിൽ എടുക്കപ്പെട്ട് സ്വർഗാരോഹണം ചെയ്യുന്നത് ശിഷ്യന്മാർ നിസ്സഹായരായി നോക്കി നിന്നു. കർത്താവേ, എപ്പോഴും കാണുവാനും സ്പർശിക്കുവാനും കഴിയുമായിരുന്ന ദൈവത്തിൻ്റെ വേർപാട്, ദൈവ സാന്നിധ്യത്തിൻ്റെ വേർപാട് അവർക്ക് സഹിക്കാൻ കഴിയുമായിരുന്നില്ല. എന്നാൽ കർത്താവെ, നീ അവരെ പഠിപ്പിച്ചത് കാണാതെ വിശ്വസിക്കുന്ന ആത്മീയ ജീവിതമായിരുന്നു. കർത്താവെ, ഞങ്ങളുടെ ആത്മീയ ജീവിതത്തിൻ്റെ വലിയ പോരാട്ടവും അതുതന്നെയാണ്. ഞങ്ങൾ പലപ്പോഴും നിന്നെയല്ല, അനുഭവങ്ങളെയാണ് അന്വേഷിക്കുന്നത്. വിശ്വാസത്തിൻ്റെ ആഴമല്ല, സാന്നിധ്യത്തിൻ്റെ വികാരങ്ങളെയാണ് പലപ്പോഴും ഞങ്ങൾ അന്വേഷിക്കുന്നത്. അവിടുന്ന് സ്വർഗാരോഹണം ചെയ്തപ്പോൾ ഞങ്ങൾ ഒറ്റപ്പെട്ടു പോയി എന്ന് ശിഷ്യന്മാർക്ക് തോന്നിയിരിക്കാം. എന്നാൽ വാസ്തവം അതായിരുന്നില്ലല്ലോ. ഭൂമിയിൽ ശരീരത്തിൽ കൂടെ ഉണ്ടായിരുന്ന കർത്താവിൻ്റെ ആത്മാവിലുള്ള സാന്നിധ്യം സ്വർഗാരോഹണത്തോടെ എന്നും എപ്പോഴും എല്ലായിടത്തും യാഥാർത്ഥ്യമായി. കർത്താവേ, അവിടുത്തെ സ്വർഗാരോഹണം ഒരു വേർപാടായിരുന്നില്ല. സർവശക്തനും സർവജ്ഞനുമായവൻ എല്ലാ മനുഷ്യ ഹൃദയങ്ങളിലും സർവവ്യാപിയായി തീരുകയായിരുന്നു ആ സംഭവത്തിലൂടെ. നസറേത്തിലെ മേരി മാതാവിൻ്റെ ശരീരത്തിൽ ഒതുങ്ങിയ സാന്നിധ്യം സമർപ്പിത ഹൃദയങ്ങളിലും തകർന്ന ഹൃദയങ്ങളിലും വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നു. സ്തോത്രം. കർത്താവേ, അങ്ങയുടെ സ്വർഗാരോഹണം ഭൂമിയിൽ നിന്നുള്ള പിന്മാറ്റമായിരുന്നില്ല. ഭൂമിയെ സ്വർഗത്തോട് ചേർത്ത് നിർത്തുകയായിരുന്നു. മേഘം അങ്ങയെ മറച്ചപ്പോൾ ഒരുപക്ഷെ ശിഷ്യന്മാർക്ക് ശൂന്യത അനുഭവപ്പെട്ടിരിക്കാം. കാരണം അദൃശ്യനായ ദൈവത്തെ കാണുവാൻ മനുഷ്യൻ്റെ കണ്ണുകൾക്ക് കഴിയില്ലല്ലോ. കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിലും തടസ്സം സൃഷ്ടിക്കുന്ന പ്രതിസന്ധികളുടെ മേഘങ്ങൾ കടന്നു വരാറുണ്ട്. ഉത്തരം കിട്ടാത്ത പ്രാർത്ഥനകൾ, വ്യക്തമാകാത്ത വഴികൾ, സ്വർഗത്തിൻ്റെ മൗനം, അതൊക്കെ
അങ്ങയുടെ സാന്നിധ്യം അകന്നുപോയി എന്ന തോന്നലുണ്ടാക്കുന്ന വലിയ വലിയ തടസ്സങ്ങളായിരുന്നു. ഒലിവുമല ഞങ്ങൾക്ക് പറഞ്ഞു തരുന്ന വിസ്മയ സത്യങ്ങൾ അനേകമാണ്. ജീവിത ദുരന്തങ്ങളുടെ മേഘം ഞങ്ങളെ മറച്ചേക്കാം. പക്ഷേ നിന്റെ സാന്നിധ്യം അകറ്റുവാൻ യാതൊരു പ്രതിസന്ധികൾക്കും കഴിയില്ല. കർത്താവേ, അവിടുന്ന് എപ്പോഴും ഞങ്ങളുടെ രാജാവാണ്. കരയുന്നവർക്ക് സമീപസ്ഥനും സൗഖ്യദായകനുമാണ്. കർത്താവേ, അവിടുന്ന് മഹത്വത്തിൽ ആർദ്രവാനായി ഞങ്ങൾക്കു വേണ്ടി സ്വർഗത്തിൽ മധ്യസ്ഥനായിരിക്കുമ്പോഴും അങ്ങയുടെ ശരീരത്തിലുള്ള മുറിപ്പാടുകൾ ഞങ്ങൾക്ക് വലിയ ആശ്വാസമാണ്. സ്വർഗീയ രാജാവ് ഞങ്ങളുടെ വേദനകൾ മനസ്സിലാക്കുന്നുണ്ട് എന്ന ആശ്വാസം. പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനുമായ കർത്താവേ, മനുഷ്യന്റെ വിശപ്പ് എന്താണെന്ന് അങ്ങയ്ക്കറിയാം. ഞങ്ങളേൽക്കുന്ന ദുഷി നിന്ദകളുടെ മാനസിക ആഘാതവും അപമാനവും ലജ്ജയുമൊക്കെ എത്രയാണെന്ന് അതൊക്കെ ജീവിതത്തിൽ ഏറ്റുവാങ്ങിയ അങ്ങയ്ക്കറിയാം. ഹൃദയം നുറുങ്ങി പ്രാർത്ഥിക്കുന്നവരിലെ വികാരങ്ങളുടെ ഉള്ളൊഴുക്ക് എത്ര ശക്തമാണെന്നും അങ്ങയ്ക്കറിയാം. അതുകൊണ്ട് ഞങ്ങൾ ജീവിത പോരാട്ടങ്ങളിലായിരിക്കുമ്പോൾ സർവശക്തിയുള്ള ആത്മാവായി, അതിജീവന ശക്തിയായി അവിടുന്ന് ഞങ്ങളിൽ പരിവർത്തിക്കും. ഇതൊരു വലിയ ഭാഗ്യമാണ്, സുരക്ഷിത ബോധമാണ്. നിങ്ങൾ എന്തിന് ആകാശത്തേക്ക് നോക്കി നിൽക്കുന്നുവെന്ന് ശിഷ്യന്മാരോട് ദൂതൻ ചോദിച്ചു. നിങ്ങളെ ഏൽപ്പിച്ച നിയോഗങ്ങളിലേക്ക് മടങ്ങിപ്പോകുവാനുള്ള ഓർമ്മപ്പെടുത്തലായിരുന്നു ആ ചോദ്യം. സ്വർഗാരോഹണം ഒളിച്ചിരിക്കുവാനുള്ള സന്ദേശമല്ല, സാക്ഷികളായി ജീവിക്കുവാനുള്ള വിളിയാണ്. വെല്ലുവിളികൾ നിറഞ്ഞ വിളി. ഞങ്ങളുടെ കർത്താവ് മഹത്വവാനായി സ്വർഗീയ സിംഹാസനത്തിലിരിക്കുമ്പോൾ നിത്യതയുടെ വെളിച്ചത്തിൽ നിസ്സാര കാര്യങ്ങളായ വിദ്വേഷം, പക, പ്രതികാരം, പ്രശംസ, സ്ഥാനമോഹം, ദ്രവ്യാഗ്രഹം തുടങ്ങിയ നിസ്സാര കാര്യങ്ങളിൽ കുരുങ്ങിക്കിടക്കരുത് എന്ന ഓർമ്മപ്പെടുത്തലാണ് അങ്ങയുടെ സ്വർഗാരോഹണം. കർത്താവേ, ഭൂമിയിൽ അവിടുന്ന് ഏൽപ്പിച്ച നിയോഗങ്ങളിൽ പ്രവർത്തന നിരതനായിരിക്കുമ്പോഴും ഞങ്ങളുടെ ഹൃദയം സ്വർഗത്തിൽ അങ്ങയോടൊപ്പമായിരിക്കാൻ സഹായിക്കണമേ. ദാവീദിനെ പോലെ ഞങ്ങളുടെ ആത്മാവിനെ നിങ്കലേക്ക് ഉയർത്തി, അത്യുന്നതങ്ങളിലേക്ക് ഉയർത്തി പ്രാർത്ഥിക്കുവാനുള്ള കൃപ തരേണമേ. ഉയരത്തിൽ വസിക്കുകയും ആഴങ്ങൾ തേടുകയും ചെയ്യുന്ന കർത്താവേ, ഞങ്ങളുടെ ജീവിത കഥയുടെ അവസാന അധ്യായങ്ങൾ അവിടുന്ന് ഇപ്പോഴും എഴുതിക്കൊണ്ടിരിക്കുന്നതിനായി സ്തോത്രം.
മേഘങ്ങളിൽ മറഞ്ഞ കർത്താവേ, അവിടുന്ന് വാനമേഘങ്ങളിൽ മഹത്വത്തോടെ മറഞ്ഞു വരുമ്പോൾ പ്രാക്കളെപ്പോലെ ചിറകടിച്ച് നിന്റെ വിസ്മയ സാന്നിധ്യത്തിലേക്ക് പറന്നുയരുവാനുള്ള അർഹതയും യോഗ്യതയുമൊക്കെ ഞങ്ങൾക്ക് നൽകണമേ. ആമേൻ. കർത്താവേ സ്തോത്രം. 1 തെസ്സലോനിക്യ 4-ാം അധ്യായം. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാനദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. പിന്നെ ജീവനോടിരിക്കുന്ന നമ്മൾ അവരോടൊരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോട് കൂടെ ഇരിക്കും. ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആശ്വസിപ്പിച്ചുകൊള്ളുവിൻ. ശുഭാശംസകളോടെ എ.പി. ജോർജ് അച്ഛൻ.